വിശുദ്ധ റമളാനിന്റെ മുന്നോടിയായി നമ്മിലേക്ക് വന്ന മാസങ്ങളിൽ ഇനി ഷഅബാൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം ഷഅബാൻ എന്നതാണ്. ഷഅബാനിനെ കുറിച്ച് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൽമ് എന്ന് പറയുന്നത് ഓരോ സന്ദർഭോചിതമായി നമ്മൾ കേൾക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു വാല്യൂ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ ഷഅബാൻ മാസം ഇംഗ്ലീഷ് മാസവും അറബി മാസവും ഒരേ രൂപത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 2, ഷഅബാൻ 2. ഷഅബാൻ ഹിജ്റ കലണ്ടറിലെ 8ാമത്തെ മാസമാണ്. സുമ്മിയ ഷഅബാനും, ഷഅബാൻ എന്നൊരു പേര് വെക്കപ്പെട്ടത് ധാരാളം ഖൈറുകൾ ശാഖകളായി പടരുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ? ഇപ്പൊ നമ്മൾ റജബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിത്തുകൾ പാകേണ്ട സമയമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് ഇടേണ്ടത് ഏതെങ്കിലും ഒരു പാറപ്പുറത്തല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഭൂമിയിലല്ല, നല്ല വിളവ് ലഭിക്കുന്ന നല്ല കിളച്ച നല്ല ഭൂമിയിലായിരിക്കണം ആ വിത്ത് നിക്ഷേപിക്കേണ്ടത്. പിന്നെ ആ വിത്ത് ഇങ്ങനെ പടർന്ന് അതിനിങ്ങനെ നനവ് കിട്ടിയാൽ അതിങ്ങനെ ശിഖരങ്ങളായി പടർന്നു വരേണ്ട ഒരു സമയമാണ് ഷഅബാൻ. എന്നതുപോലെ റജബാകുമ്പോഴേക്ക് മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ തുടച്ച് ക്ലീനായി ഇനി ഇങ്ങനെ വിത്തുകൾ ഇങ്ങനെ നിക്ഷേപിക്കേണ്ട. ഇവിടുത്തെ നമ്മുടെ വിത്തുകൾ ആത്മീയമായ വിത്തുകളാണ്. ഖുർആൻ, സ്വലാത്ത്, ദിക്ർ, ഇത്തരം ആത്മീയമായ സുഹൃതങ്ങൾ നമ്മുടെ ആത്മീയമായ ഈ റൂഹിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഖൽബിലേക്ക് നമ്മളിങ്ങനെ നിക്ഷേപിക്കുന്നതനുസരിച്ച് നമുക്ക് ആത്മീയമായ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വാലിഹ്യങ്ങൾ ഉപമിച്ച ഉപമകളാണ് ഇതൊക്കെ. അതിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ കുറച്ചും കൂടെ ആത്മീയമായി വളരും. അതാണ് ഷഅബാൻ എന്നുള്ളത്. ധാരാളം ഖൈറുകൾ ശാഖകളായി പടരുന്ന മാസമാണ്. ഷീനിന് കസർ കൊണ്ട് ഷിഅബ് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഷഅബാൻ. അതൊരു പർവ്വതത്തിലേക്കുള്ളൊരു വഴിയാണ്. ഇവിടുത്തെ പർവ്വതം ഉദ്ദേശിക്കുന്നത് റമളാനാകുന്ന ഒരു വലിയ ഒരു പർവ്വതം വരാനുണ്ട്. അത് ധാരാളം ഖൈറുകളുള്ള ഒരു മാസമാണ്. അതിലേക്കുള്ളൊരു റൂട്ടാണ് ഫഹുവ ത്വരീഖുൽ ഖൈർ. ആ ത്വരീഖുൽ ജബലാണ് ത്വരീഖുൽ ഖൈർ എന്ന് മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന വാചകം നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നമാ സുമ്മിയ ഷഅബാനു, ഷഅബാനിന് പേര് വെക്കപ്പെട്ടത് ലിഅന്നഹു യതശഅബു ലിറമളാനിൻ ഫീഹി ഖൈറുൻ കസീർ. റമളാനിന് വേണ്ടി ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ആ ഒരു മാസത്തിൽ ശാഖകളായി പടരുന്ന, എന്ന് പറഞ്ഞാൽ റമളാൻ വന്നതിന് ശേഷം ഒരുങ്ങിയാൽ പോരാ, റമളാനിന്റെ മുന്നേ നമ്മൾ ഒരുങ്ങണം എന്നതുകൊണ്ടാണ് ആ മാസത്തിൽ ഷഅബാൻ എന്ന പേര് ലഭിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ വിശുദ്ധമായ റജബ് മാസം വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങേണ്ടതാണ് റമളാനിന് വേണ്ടി. ആ റമളാനിന് ഒരുങ്ങേണ്ട 2 മാസങ്ങളിൽ ഒരു മാസം കഴിഞ്ഞു. ഇനിയുള്ളത് ഷഅബാനാണ്. ഭയഭക്തിയോടുകൂടെ വിശുദ്ധ റമളാനിനെ കണ്ടുമുട്ടാനുള്ള ഒരു ആമുഖത്തിലുള്ള ഒരു മാസം, റമളാൻ ഉന്നരുക്ക മാസം, ഇതാണ് ഷഅബാൻ. വലമ്മ കാന ഷഅബാൻ കൽമുഖദ്ദിമതി ലിറമളാൻ ശറഅ ഫീഹി മാ യശ്റഉ ഫീ റമളാൻ മിനസ് സിയാമി വഖിറാഅത്തിൽ ഖുർആനി. നോമ്പ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ആ റമളാനിൽ പ്രവേശിക്കുമ്പോൾ അത് ഷഅബാനിൽ തന്നെ തുടങ്ങിയാൽ അതിന് പ്രത്യേക
മഹത്വമുണ്ട്. ഞാൻ റമളാനിനെ കണ്ടുമുട്ടാൻ പോവുകയാണല്ലോ, അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ഹാസിലാകാൻ വേണ്ടിയാണ്. മാത്രമല്ല സൃഷ്ടാവായ റഹ്മാനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തൻ്റെ നഫ്സ് അത് പാകപ്പെടുത്തി ആ നഫ്സിനെ തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് ശഅബാനിനെ അല്ലാഹു പടച്ചു വെച്ചിട്ടുള്ളത്. ഇതിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? അതിൽ മഹാനായ അബീ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, قال كان رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, എന്തായിരുന്നു? ഇദാ ദഖല ശഅബാനു, ശഅബാനായി കഴിഞ്ഞാൽ ഫതഹിറൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. വഅഹ്സിനൂ നിയ്യതകും ഫീഹി, ആ മാസത്തിൽ നിങ്ങളുടെ നിയ്യത്തിനെ ഒന്ന് നന്നാക്കണേ. അതിൽ പറയുന്നു, നിങ്ങളൊന്ന് തൗബ ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തണം. വഅഹ്സിനൂ നിയ്യതകും ഫീഹി, നിങ്ങളുടെ നിയ്യത്തിനെ, നിങ്ങളുടെ മനക്കരുത്തിനെ അത് നന്നാക്കുകയും ചെയ്യണം. അപ്പോൾ റമദാൻ വരികയാണ്, ഇനി ഭക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ റബ്ബിലേക്ക് ഞാൻ അടുക്കാൻ വേണ്ടി വർഷത്തിൽ ഒരു മാസം അല്ലാഹു തന്നതാണല്ലോ, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങേണ്ടതുണ്ടല്ലോ എന്നൊരു നിയ്യത്ത് ഖൽബിൽ വേണം. അതോടുകൂടെ തന്നെ ആ നിയ്യത്തുകളെല്ലാം നന്നാക്കിയെടുക്കണം. ഇനി ഒരു തറാവീഹ് വരാനുണ്ടല്ലോ, പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, തറാവീഹ് 20 റക്അത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു മാസമാണല്ലോ റമദാൻ വരുന്നത്. അങ്ങനെ ചിന്തിക്കണം. ഒന്നിനെയും നെഗറ്റീവായി ചിന്തിക്കരുത്, എല്ലാം പോസിറ്റീവായി ചിന്തിച്ച് നമ്മുടെ മനക്കരുത്തുകൾ, ആ നമ്മുടെ മനസ്സിലുള്ള ഓരോ കരുത്തുകളും അത് നന്നാക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇദാ റഅ ഹിലാല ശഅബാൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ പിറവി കണ്ടാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ റജബ് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ആ റജബിനെ ക്യാൻസൽ ചെയ്യാറില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് പറഞ്ഞിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. മറിച്ച് അവിടെയും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പടച്ചോനെ, നേരത്തെ റജബിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം റബ്ബേ റജബിൽ ബർക്കത്ത് ചെയ്യണേ, ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ. ശഅബാനാകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? റജബിൽ നീ ബർക്കത്ത് ചെയ്തതുപോലെ ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ. അത് നമ്മുടെ റമളാൻ എത്തുന്നത് വരെ നമ്മുടെ പ്രാർത്ഥന 5 വക്ത് നിസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഖാലൽ ഇമാം അബ്ദുൽ ഹുമൈദ് ശാഫിഈ, മഹാനവറുകൾ പറയുകയാണ്, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നദറൽ ഹിലാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രക്കല കണ്ടാൽ ഖാല, അവിടെ നിന്ന് പറയും, അല്ലാഹുമ്മ ജഅൽഹു ഹിലാല യുംനിൻ വറുഷ്ദിൻ ആമൻതു ബില്ലദീ ഖലഖക ഫഅദലക തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പടച്ചോനെ, ഈ ഹിലാൽ, ഈ ചന്ദ്രക്കല അല്ലെങ്കിൽ ഈ മാസം നല്ല നിർഭയത്വമുള്ള, തന്റേടമുള്ള ഒരു മാസമാക്കിയിട്ട് നീ ആക്കിത്തരണേ അല്ലാ. ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നു, നീയാണ് ഈ മാസങ്ങളെ സൃഷ്ടിച്ചത്, നീയാണ് എനിക്ക് എല്ലാം പാകപ്പെടുത്തി തരേണ്ടത്, നീ സൃഷ്ടികളിൽ വെച്ച് അത്യുത്തമനാണ്, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്ന ദിക്ർ അവിടെ നിന്ന് പറയുമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമൻതു ബിമൻ ഖലഖക, ആമൻതു ബിമൻ ഖലഖക അങ്ങനെ 3 പ്രാവശ്യം അവിടെ നിന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, വയുസന്നു, സുന്നത്താണ്, അയ്യഖ്റഅ ബഅദ ദാലിക, നമ്മൾ ഏതൊരു മാസം കണ്ടാലും
ആ മാസം കണ്ടതിന്റെ ശേഷം ഈ ദിക്റൊക്കെ ചൊല്ലിയതിനു ശേഷം ഒരു സുന്നത്തുണ്ട്. എന്താണ് സുന്നത്ത്? സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ആ മാസത്തിൽ അവന് ഒരു മാറ്റം ലഭിക്കാൻ വേണ്ടിയാണ്. കാരണം സൂറത്തുൽ മുൽക്കിന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നൊരു അർത്ഥമുണ്ട്. മാത്രമല്ല പൂർത്തീകരിച്ചു തരുന്ന സൂറത്ത് എന്നുണ്ട്. മാത്രമല്ല മഹാനായ സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സൂറത്തുൽ മുൽക്കിന് 30 ആയത്താണുള്ളത്. ഒരു മാസത്തിൽ 30 ദിവസമാണുള്ളത്. ആ 30 ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായുള്ള വഴിയിലേക്ക് തിരിക്കാൻ ഈ സൂറത്തുൽ മുൽക്ക് കാരണമാകും. അതുകൊണ്ട് മാസം കണ്ടോ ഒരു സൂറത്തുൽ മുൽക്ക് പ്രത്യേകം സുന്നത്താണ്. അപ്പൊ നമ്മൾ പതിവായി ഒരു സൂറത്തുൽ മുൽക്കും സൂറത്ത് യാസീനും സൂറത്തുൽ വാഖിയും ഒക്കെ ഓതുന്നുണ്ടെങ്കിലും മാസം കണ്ടാൽ ഒരു സെപ്പറേറ്റ് ആയി ഈ മാസം എനിക്കൊരു നേരെയാവണം, ആത്മീയമായി മുന്നോട്ട് പോകണം എന്ന ചിന്തയോടുകൂടെ ഒരു സൂറത്തുൽ മുൽക്ക് പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട് എന്നതിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ഷഅബാനിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ മഹാന്മാർ എണ്ണുകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ശഅബാനു ശഹരി എന്നൊരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയും ശഅബാനു ബൈന റജബിൻ വ ശഹരി റമളാനി, റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ മാസത്തെ തൊട്ട് അശ്രദ്ധമായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ റമളാൻ എന്നിട്ട് ഖുർആൻ ഓതാം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ മാസത്തിലാണ് ഇബാദത്തുകൾ ഉയർത്തപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മാസത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? എന്റെ അമലുകളൊക്കെ ഉയർത്തപ്പെടുമ്പോൾ ആ ഉയർത്തുന്ന സമയത്ത് ഞാനൊരു നോമ്പുകാരനാവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നന്നാകാൻ വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ പറയുകയാണ്. അതിൽപ്പെട്ട ഉപദേശങ്ങൾ ഊറ്റിയെടുത്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ചെറിയ ഒരു ഉപദേശമായിട്ട് മഹാനായ ഇമാം നൈസാബൂരി റഹിമഹുല്ലാഹ് അവർ പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, ഞാൻ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാറുണ്ട്. ബിലാ ശഫീഇൻ, അവിടെ ഒരു റെക്കമെൻഡും ഒരാളുടേതും എനിക്ക് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ മാസമായിരുന്നു റജബ് മാസം. എന്നാൽ ശഅബാനോ വഅഗ്ഫിറു ലക ഫീ ശഅബാൻ, ശഅബാനിൽ എനിക്ക് ഞാൻ റെക്കമെൻഡ് വാങ്ങുകയാണ്. ആരെ കൊണ്ടാണ്? റസൂലി, എന്റെ റസൂലിനെ കൊണ്ട് ഞാൻ ഒന്ന് റെക്കമെൻഡ് വാങ്ങിയിട്ടാണ് ശഅബാനിനെ ഞാൻ കാണുന്നത്. വഅഗ്ഫിറു ലക ഫീ റമളാൻ, റമളാൻ എന്നുള്ളത് വഅശ്ഫൗക റബ്ബേ, ഞാൻ നിന്നോട് റെക്കമെൻഡ് ചോദിക്കുകയാണ്. ഫിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള എല്ലാവരെ കൊണ്ടും. കാരണം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ ഒരു മാസമാണല്ലോ. അതുകൊണ്ട് എല്ലാവരെയും മുൻനിർത്തി ഞാൻ റെക്കമെൻഡ് ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ശഅബാൻ, റജബ്, ശഅബാൻ, റമളാൻ ഇതൊക്കെ ഒരു വർഷത്തിൽ അല്ലാഹു തആല തരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളൊക്കെ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാഹു നമ്മെ നന്നാക്കി പെരുമാറാവട്ടെ. എന്നിട്ട് ഒരു ഉപമ അവിടെ പറയുന്നു, കഹ്മാമിൻ, ഒരു പ്രാവിനെ പോലെയാണ്. ഒരു ഉദാഹരണം, ഒരു പക്ഷിയുടെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രാവ് 3 വീടുകളിലായിട്ട് ആ പ്രാവിന് പോകാൻ ഉദ്ദേശമുണ്ട്. എന്നിട്ട് ആ പ്രാവ് പോകുന്നത് ഒന്നാമതായി ഒരു വീട്ടിൽ പോകുന്നു. ആ പ്രാവിന്റെ ഒരു വീട്ടിലേക്ക് പോകും. എന്നിട്ട് അല്പസമയം അവിടെ ഇരിക്കുന്നു. ഇരുന്ന് ഒക്കെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതായി മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ ആ പ്രാവിന് ഒരു ഉന്മേഷവും ഒരു സന്തോഷവും വരുന്നത് പോലെ ഇതാണ്
റജബ്, ഷഅബാൻ, റമളാൻ, ഈ ഒരു ഉപമയിലൂടെ റജബ് ഇങ്ങനെ വന്ന് ഒന്നുകൂടെ നന്നായി, അതിനേക്കാൾ ഷഅബാനിൽ നന്നായി, അതിനേക്കാളും നന്നായി റമളാൻ കിട്ടണം. ഈ രൂപത്തിൽ അല്ലാഹു നമ്മെ നന്നാക്കി തീരുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഷഹ്റു റജബ് ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് എന്നുള്ളത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. വശഅബാനു ഷഹ്റു സ്വലാ, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. വറമളാനു ഷഹ്റുൽ ഖുർആൻ, അവിടെ ധാരാളം ഖുർആൻ അധികരിപ്പിക്കേണ്ട മാസമാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ അബൂബക്കറുൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹ്റു റജബ് ഷഹ്റുൽ ഇസ്റഇ, കൃഷിക്ക് വേണ്ടിയുള്ള സമയമാണ് റജബ്. വശഅബാനു ഷഹ്റു സഖി, അതിൽ നന്നായി നനവ് കൊടുക്കേണ്ട സമയമാണ്. വറമളാനു ഷഹ്റു ഹസ്വാദിൽ സറഅ, ആ റമളാൻ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിൽ വിളവെടുക്കണം, അതിനുവേണ്ടി നീ തയ്യാറാവണേ മോനെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഷഅബാനിന്റെ പ്രത്യേകതകൾ നമ്മെ എണ്ണിത്തരുകയാണ്. സൂറത്ത് ദുഖാൻ, അതിനൊരു ചെറിയ നിർദ്ദേശത്തോടുകൂടെ നിങ്ങൾ അത് പാരായണം ചെയ്താൽ വലിയ മഹത്വം അതിനുണ്ട്. ആരിഫീങ്ങളിൽ നിന്നുള്ള ചിലർ പറയുകയാണ്, അന്ന മൻ ഖറഅ മിൻ അവ്വലി സൂറത്തി ദുഖാനി ഇലാ ഖൗലിഹി തആല റബ്ബുകും വറബ്ബു ആബായികുമുൽ അവ്വലീൻ, വല്ലവരും സൂറത്ത് ദുഖാൻ അവൻ അതിന്റെ തുടക്കം മുതൽ ഇലാ ഖൗലിഹി തആല റബ്ബുകും വറബ്ബു ആബായികുമുൽ അവ്വലീൻ, ഹാമീം മുതൽ റബ്ബുകും വറബ്ബു ആബായികുമുൽ അവ്വലീൻ ഇതുവരെയുള്ള ആയത്തുകളെ 15 മറ 15 തവണ അവൻ ഓതുന്നു. ഫി അവ്വലി ലൈലത്തിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ തുടക്കം മുതൽ. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു നമുക്ക് ശഅബാൻ 1 ഈ വർഷത്തിൽ. അപ്പൊ അന്നത്തെ രാത്രി നമുക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്നു മുതലെങ്കിലും നമ്മളത് തുടങ്ങിയാൽ വലിയ നേട്ടമാണ്. ഇനി അപ്പുറത്തേക്ക് നമുക്ക് ഖളാ വീട്ടാൻ പറ്റിയാൽ അങ്ങനെയും പറ്റും. ഇനി അല്ലേ ഇന്നു മുതലെങ്കിലും നമ്മളത് തുടങ്ങിയാൽ നമുക്ക് വലിയ മാറ്റമുണ്ടാകും. എന്നിട്ട് പറയുന്നു, ആയത്ത് 15 വട്ടം അവൻ ഓതുകയാണ്. പിന്നെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവൻ സ്വലാത്തും ചൊല്ലുകയാണ്. പിന്നെ അവന് ഇഷ്ടമുള്ളത് അതിന്റെ ശേഷം അവന് ചോദിച്ചാൽ മിൻ ഖൈരി ദുനിയാ, ദുനിയാവിലുള്ള ഖൈറാവട്ടെ, വൽ ആഖിറതി, ആഖിറത്തിലുള്ള ഖൈറാവട്ടെ, അവൻ എന്ത് ചോദിച്ചാലും ഫൈനഹു സരീഉൽ ഇജാബ, അവൻ അല്ലാഹു ഇജാബത്ത് ഉടനെ നൽകുന്നതാണ്. പെട്ടെന്ന് അതിന്റെ ഇജാബത്ത് അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ അത് വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ്. അതിന്റെ പ്രത്യേകതകൾ മഹാന്മാർ വിശദീകരിച്ച് പറയുകയാണ്. മഹാനായ അബ്ദുൽ ഹുമൈദ് ശാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, വല്ലവനും ഈ രൂപത്തിൽ അവൻ ഓതി. എങ്ങനെയാണ് അവൻ ഓതേണ്ടത്? സൂറത്തു ദുഖാനിലെ 1-ാമത്തെ ആയത്ത് മുതൽ 8 ആയത്തുണ്ടാകും. ഇലാ റബ്ബുകും ആബായികുമുൽ അവ്വലീൻ എന്നുള്ള ഈ ആയത്ത് വരെ അവൻ ഓതുന്നു. അതിന് ശേഷം അവൻ 15 വട്ടം അവൻ ആവർത്തിക്കുന്നു. അങ്ങനെ തുടർച്ചയായി അവൻ കൊണ്ടുപോയി ബറാഅത്ത് രാവിന്റെ അന്ന് അവൻ ഓതണം. എങ്ങനെ ഓതണം? വഫീഹാ യഖറഉ 30 മറ, അവൻ 30 വട്ടം അത് ആവർത്തിക്കുക. അപ്പോ ഷഅബാനിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി അവൻ ഹാമീം മുതൽ റബ്ബുകും വറബ്ബു ആബായികുമുൽ അവ്വലീൻ വരെ 8 ആയത്തുണ്ട്. ആ 8 ആയത്തിനെ 15 വട്ടം ആവർത്തിച്ച് ഓതുക. അങ്ങനെ കൊണ്ടുപോയി ബറാഅത്ത് രാവിന്റെ അന്ന് രാത്രിയിൽ ആ 15 വട്ടം എന്നുള്ളത് 30 വട്ടം ഓതുക. 30 വട്ടം ഓതിയതിനു ശേഷം ആ സൂറത്ത് ദുഖാനും, നമ്മൾ ഏതായാലും ബറാഅത്തിന്റെ അന്ന് 3 യാസീനും സൂറത്ത് ദുഖാനും ഓതും. എങ്കിലും അന്ന് അതങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ആത്മീയമായ വിഷയങ്ങൾ പഠിച്ചവനെ എന്നെ നന്നാക്കി തരണം, അതൊരു പ്രാർത്ഥനയാണ്. ഖൽബ് ശുദ്ധിയാവണം, റബ്ബേ സ്വർഗം തരണം. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ദുനിയവിയായ ആവശ്യമുണ്ട്, ആഖിറത്തിലേക്കുള്ള ആവശ്യമുണ്ട്.
നമ്മുടെ കുടുംബപരമായിട്ട് നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ, കടങ്ങളുടെ വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ പടച്ച റബ്ബിനോട് അന്ന് നമ്മൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ മഹാന്മാർ പറയുന്നു നിങ്ങളുടെ ദുആഇന് ഉടനെ തന്നെ അല്ലാഹു ഉത്തരം തരും. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായും ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അത്രയും ഒരു പ്രത്യേകത ഈ ശഅബാൻ മാസത്തിലുണ്ട്. മൂന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നു ഖിറാഅത്തുൽ ഖുർആനി ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിൽ ധാരാളം ഖുർആൻ വർദ്ധിപ്പിക്കണം. എന്തിനാണത്? ശഅബാൻ മാസത്തിൽ നന്നായി ഖുർആൻ വർദ്ധിപ്പിച്ചാലേ നിങ്ങൾക്ക് റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസം അന്ന് നിങ്ങൾക്ക് ധാരാളം ഖത്മ് ഓതാൻ കഴിയും. നമ്മളൊക്കെ എന്ത് കരുതും? റമളാൻ ഒന്നാകട്ടെ എന്നിട്ട് തുടങ്ങാൻ ഖത്മ് ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങണം. ഇപ്പൊ തന്നെ തുടങ്ങിയാൽ റമളാൻ ആകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഖത്മെങ്കിലും തീർത്തു കഴിഞ്ഞാൽ റമളാനിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ഖത്മെങ്കിലും തീർക്കുന്ന മുഅ്മിനീങ്ങളാകണം. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ റഹ്മാനേ, നീ തൗഫീഖ് തരണേ റഹ്മാനേ. അപ്പൊ നമ്മൾ ഈ മാസം ശഅബാൻ ഇപ്പൊ 2ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം കഴിയുന്നതിന് ഒരു ഖത്മെങ്കിലും ഞാൻ ഓതുമെന്നൊരു പ്രതിജ്ഞ നമുക്കുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് റമളാനിൽ ധാരാളം ഖത്ം ഓതാനുള്ള തൗഫീഖ് തരും എന്ന് മഹാന്മാർ പറയാണ്. എന്നിട്ട് സ്വഹാബികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ശഅബാൻ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികളുടെ മുഖം മുസ്ഹഫിൽ തന്നെ ആയിരിക്കും, വേറെ എങ്ങോട്ടും തിരിയില്ല. അങ്ങനെ മുസ്ഹഫിൽ തന്നെ അവർ സമയം ചെലവഴിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ശഅബാനിന്റെ മഹത്വം ചുരുക്കുകയാണ്. 4ാമതായി പറയുന്നു ശഅബാനിന്റെ മഹത്വം എന്തെന്നാണ് പറയുമോ? തഹ്വീലുൽ ഖിബ്ല. ഖിബ്ല തെറ്റിച്ച മാസമായിരുന്നു ശഅബാൻ മാസം. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കഅബയിലേക്കായിരുന്നു നിസ്കരിച്ചത്, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു. അപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അബേ ആ കേന്ദ്രത്തിലേക്ക്, നമ്മുടെ ഖിബ്ലയാകുന്ന വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണം എന്നതാണ് ആഗ്രഹമെങ്കിലും 17 മാസവും 3 മാസവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചതിന് ശേഷം ഒരു ശഅബാൻ മാസത്തിലാണ് ഫവല്ലു വുജൂഹകും ശത്റാ, നബിയേ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങയുടെ ഇഷ്ടകേന്ദ്രമായ വിശുദ്ധ കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോളൂ എന്ന ആയത്ത് ഇറങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ. ധാരാളം ഇബാദത്തുകൾ ചെയ്തു അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി നൽകുമാറാകട്ടെ. ധാരാളം വിഷയങ്ങൾ ശഅബാനിലുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലം ഞാൻ നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. റമളാനായിട്ട് ഖുർആൻ ഓതാനുള്ള മനസ്സ് നമ്മൾ ഒഴിവാക്കി ഈ മാസത്തിൽ തന്നെ ഒരു ഖത്ം തീർക്കാനുള്ള പരമാവധി ശ്രമം നടത്തുക. നിങ്ങൾ ആലോചിച്ച ഒരു 20 മിനിറ്റ് മതി. നമ്മൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഓതുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്. ഇനി പോകട്ടെ, ഒരു മെല്ലെ ഓതുകയാണെങ്കിൽ തന്നെ ഒരു 30-40 മിനിറ്റ് കൊണ്ട് ഒരു ജുസ് നമുക്ക് ഓതി തീർക്കാൻ കഴിയുമല്ലോ. പക്ഷെ നമ്മളതിന് ശ്രമിക്കൂല. അങ്ങനെ ഒരു 40 മിനിറ്റ് കൊടുക്കുക, ഒരു സാവധാന ഒരു രൂപത്തിൽ ഓതുകയാണെങ്കിൽ അങ്ങനെ ഒരു 40 മിനിറ്റ് എടുത്താൽ ഒരു ദിവസം മതി നമുക്ക് ഒരു ജുസ് ഓതാൻ. ഇപ്പൊ 2ാമത്തെ ദിവസത്തിലാണ്. ഇന്നൊരു അല്പം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ എടുത്ത് 2 ജുസ് തീർക്കാം. അങ്ങനെ നമ്മൾ മെല്ലെ 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 ഓരോ ദിവസം 2 ജുസ് എങ്കിലും ഓതിയിട്ടും ഈ റമളാനിന്റെ മുമ്പായിട്ട് ഒരു ഖത്മ് നമ്മൾ തീർത്താൽ തീർച്ചയായും റമളാനാകുമ്പോ ആ റമളാനിനോട് തുലനമാകുന്നത് ഒരു 3 ഖത്ം പൂർത്തിയാക്കലാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? റമളാനായിട്ട് പോലും ഒരു ഖത്മ് ഓതാത്തവർ, റമളാനായിട്ട് പോലും ഖുർആനിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തവർ, അങ്ങനെ നമുക്കായിക്കൂടാ. അതിനാണ് നമുക്ക് ശഅബാൻ തന്നത്, അതിനാണ് നമുക്ക് റജബ് തന്നത്. പക്ഷേ റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇനി നമുക്കുള്ളത് ഈ ശഅബാനാണ്. ആ ശഅബാനിലെങ്കിലും ഒരു പരിഗണന എടുത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഖുർആൻ ഓതണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനുമായുള്ള നല്ല ബന്ധം നമുക്ക് തരുമാറാവട്ടെ, പള്ളിയുമായുള്ള ബന്ധം തരുമാറാവട്ടെ, നിസ്കരിക്കാനുള്ള ആവേശവും ഉന്മേഷവും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പാപങ്ങളൊക്കെ നമ്മൾ
കറകളൊക്കെ മായ്ച്ച് ക്ലീൻ ചെയ്ത് നല്ല സ്ഫുടമായ മനസ്സ് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അവിടെയാണ് നമുക്ക് വിജയം. അല്ലാഹു നമ്മളെ എല്ലാവരെയും വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും വിജയിക്കണം, യാത്ര പോയി ചെല്ലണം. يا أكرم الخلق ما لي من أعوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بإذا الكريم متجلى باسم منتقم مولاي وسلم دائما أبدا فإن من جودك الدنيا وراءتها ومن علومك علم اللوح والقلم مولاي وسلم دائما أبدا على حبيبك خير الخلق يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق لعل رحمة ربي لا يقسمها تأتي على حسب عصياني في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم